കാരണം നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കുക, ഇല്ലാത്ത നമ്മൾ കളയും. കാരണം നമുക്ക് അതിന് മാത്രമല്ല സമയമുള്ളത്. നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോവാം. അപ്പം സിസേറിയൻ ആയാലും നോർമൽ പെയിൻ ആണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാണ്, അത് അതിൻ്റേതായിട്ടുള്ള പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് വാക്കുകൊണ്ട് പോലും ആരും പറയാതിരിക്കുക. കാരണം നമുക്ക് ഇന്നല്ലെങ്കിൽ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട്. അപ്പം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് യൂട്യൂബൊക്കെ ഒന്ന് നോക്കിയ സമയത്ത് ഞാൻ ക്യൂ ആയിട്ടുന്ന സമയത്ത് കുറേയൊക്കെ കമൻസ് ആയിട്ട് ഒരുപാട് പേര് ചോദിച്ച് ഒരുപാട് എനിക്ക് ചോദ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചിയുടെ പ്രഗ്നൻസി എക്സ്പീരിയൻസ്, അങ്ങനെ ഞാൻ 2-3 വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരാളുടെ കമൻറ്റ് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ ചോദിക്കാം, ഒരാളുടെ കമൻറ്റിന് വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഓരോ ആളുകളും ഓരോ വ്യക്തിത്വങ്ങൾ, ഇപ്പോൾ ഒരാളായിക്കോട്ടെ, ആ ഒരാൾ പിന്നെ 10 പേരാവും, ആ 10 പേര് പിന്നെ 100 പേരാവും. അപ്പോൾ അങ്ങനെ നിങ്ങളിലുള്ളൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ചാനൽ കൊണ്ടുപോകാനും നമുക്കൊരു പ്രോത്സാഹനം ഹാപ്പിനെസ്സും എല്ലാം നിങ്ങളാണ് ഗൈസ്. അപ്പം അതുകൊണ്ട് ശരിയാണ്. പിന്നെ ഒരാൾ ചോദിച്ചത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ചേച്ചി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് പറയാനാണ് വന്നിട്ടുള്ളത്. അതേപോലെ ലക്കി ഭയങ്കര ഉറക്കമാണ് ഗൈസ്. അപ്പം എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പം കാറിലിരുന്നാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം ഉറങ്ങുമല്ലേ, അപ്പം നമുക്ക് കിട്ടുന്നൊരു സമയമാണ്. അപ്പം ചോദിച്ചൊരു പറ്റും, നൈസാണ് ചേച്ചി, നൈസ്. അതേപോലെ ട്യൂബ് ഇട്ട സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു, അതിനുശേഷം സിസേറിയൻ ആയപ്പം അത് മാറ്റിയില്ല, ട്യൂബ് മാറ്റിയില്ലേ, അതേപോലെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻഫുൾ, എത്രത്തോളം അതിൻ്റെ പെയിൻഫുള്ളാണ്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമോ എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി പോയപ്പോഴേക്കും ലക്കി ഉണർന്നിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഗൈസ് ഹായ് ഗൈസ്, ഞാൻ എണീറ്റ് ഗൈസ്. ഞാൻ അമ്മച്ചി പറഞ്ഞോട്ടെ, അമ്മച്ചി പറഞ്ഞോട്ടെ, ചിരിക്ക. എന്താ എന്ത് പറ്റി? അവന് ഈ സാധനത്തിൽ കിടക്കുന്ന ഇഷ്ടമല്ല, ഇപ്പൊ എന്തോ കാര്യമായിട്ട് കിടക്കുന്നുണ്ട്. എന്തോ കളെ ലക്കിയോ, എന്തെടുക്കുവാ അവിടെ പൊന്നെ, എന്തെടുക്കുവാ? ഓക്കെ, അപ്പം എന്താ പറയുക, എന്തായാലും നല്ലോണം നിൽക്കുകയാണ്. എന്താ പറയുക, അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം നമ്മളിപ്പോൾ യൂറിൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ട്യൂബല്ല ഇട്ടത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉള്ളുവികാസം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ട്യൂബാണ് ഇട്ടത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ PV ഒക്കെ നോക്കുന്ന ആളുകൾക്ക് അറിയായിരിക്കും എത്രത്തോളം പെയിൻ ആയിരിക്കും എന്നൊക്കെ. അപ്പം അങ്ങനെ PV നോക്കി അതിൻ്റെ അകത്താണ് ട്യൂബ് ഇട്ടത് വികസിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ തറയിലൊന്നും നിന്നില്ല ഗൈസ്, അത് ഇട്ട് കഴിഞ്ഞ്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. അപ്പം പറയുമ്പം നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല, അനുഭവിച്ച് തന്നെ അറിയണം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ. ചവിട്ടാതെ മോനെ, എൻ്റെ മോനെ. ഓക്കെ, അതൊരു പെയിൻഫുൾ, അതാണ് ട്യൂബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. പിന്നെ യൂറിൻ്റെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു മിക്കുള്ള ആളുകൾക്കും ഇടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ സിസേറിൻ്റെ പെയിൻഫുൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പ്രസവ വേദനയെക്കാളും വലിയ വേദനയൊന്നുമില്ല. അപ്പം ചോദിക്കും, പ്രസവിച്ചെന്ന് വെച്ചാൽ നോർമൽ ഡെലിവറി അല്ലല്ലോ, നീ സിസേറിയൻ അല്ലേ എന്ന് ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചെവിയിൽ കേൾക്കുന്നത് നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കുക, ഇല്ലാത്ത നമ്മൾ കളയും. കാരണം നമുക്ക് അതിന് മാത്രമല്ല സമയമുള്ളത്. നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോവാം. അപ്പം സിസേറിയൻ ആയാലും നോർമൽ പെയിൻ ആണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാണ്, അത് അതിൻ്റേതായിട്ടുള്ള പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് വാക്കുകൊണ്ട് പോലും ആരും പറയാതിരിക്കുക. കാരണം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും അങ്ങനെ വരാം. നമുക്ക് വന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വരാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മക്കൾ. അപ്പം എന്താ പറയുക, അതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ ഓരോ വാക്കും പറയുമ്പോൾ സൂക്ഷിച്ച് പറയുക. ഭയങ്കര പെയിൻഫുള്ളാണ്. ഞാൻ പറഞ്ഞല്ലോ, പെയിൻഫുള്ളാണെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ആദ്യമായിട്ട് അറിഞ്ഞതാണ്. അപ്പം പ്രസവിക്കാൻ പോകണം. അപ്പോൾ കുറേ പേര് നമ്മളിപ്പം ഡെലിവറിക്കൊക്കെ വരുന്നതിന് മുമ്പ് ചേച്ചിമാരൊക്കെ പറഞ്ഞാണ്, അങ്ങനെയൊക്കെയാണ്, നല്ല രസമാണെന്ന് തമാശയ്ക്ക് പറയുമെങ്കിലും ആ ഒരു സമയത്തെ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. പക്ഷെ പെയിൻഫുള്ളാണ്. ചിലവർക്ക് പെയിൻ ഇല്ലാതെ ആവാം. അതേപോലെ ചിലർക്ക് നല്ല പെയിനും ഒരുപാട് ക്ഷീണിച്ച് പോകുന്ന രീതിയിലും ആവാം. ഭയങ്കര പെയിൻഫുള്ളാണ്. അത് എക്സ്പീരിയൻസ് മനസ്സിലാക്കുക, അനുഭവിച്ചറിയാം, അത്രേ പറയാനുള്ളൂ. പിന്നെ നമ്മൾ ഈശ്വരനെ വിളിക്കുക.
അതേപോലെ ചോദിച്ചൊരു കാര്യം രണ്ടാമത്തെ കാര്യമാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് ചോദിച്ചത്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും എല്ലായിടത്തും ഒരുപോലെ ട്രീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പം അത് അനുഭവിക്കാത്തതായിട്ട് ഒരു സ്ത്രീകളും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര കെയറിങ് ആണ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഞാൻ ചുമ്മാ വീഡിയോസിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല. പുള്ളി ഭയങ്കര കെയറിങ് ആണ്, കൂളാണ്. ഇപ്പം എന്താ പറയുക, എനിക്ക് പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര കൂളാണ്. വീഡിയോ ചെയ്യുന്നുണ്ടെന്നല്ല. എന്നാൽ ചോദിക്കും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. സങ്കടം വരുമ്പോൾ സങ്കടപ്പെടുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ ഹാപ്പിനെസ് മാത്രമേ നമ്മൾ ഷെയർ ചെയ്യാറുള്ളൂ. എന്നാൽ ആവശ്യമുള്ള കാര്യത്തിൽ ഒരു റിയാക്ഷൻ വീഡിയോ അങ്ങനെയൊക്കെ വേണ്ടി വന്നാൽ നമുക്ക് ചെയ്യാം, ചെയ്യുന്നില്ല എന്നല്ല. അപ്പം ഹസ്ബൻഡ് ഭയങ്കര കൂളാണ്. അതേപോലെ നമ്മുടെ ലോകത്തുള്ള ലേഡീസ് പ്രസവിച്ച് ആഫ്റ്റർ ഡെലിവറി ലേഡീസ് 1 മിനിറ്റെങ്കിലും പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോവാത്ത ആരും കാണത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനും കടന്നു പോയിട്ടുണ്ട്. അപ്പം ചോദിക്കും ഞങ്ങളൊക്കെ അപ്പം വലിയ അമ്മമാരൊക്കെ പറയും ഞങ്ങളൊക്കെ പ്രസവിച്ചതാണ്, അന്ന് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനൊന്നുമില്ല. അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലമല്ലല്ലോ ഇത്. അന്നെന്ന് പറയുമ്പം ഇപ്പം 18 വയസ്സിലൊക്കെ കെട്ടിച്ച് വിട്ടാലും പെൺകുട്ടികൾ ചിന്തിക്കും. കാരണം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പക്വത വേണം, അങ്ങനെയാണ്. അപ്പം അത് ആ ഒരു ലൈഫ് സ്റ്റൈലിൽ വളർന്ന് അത് നമുക്കറിയാലോ. ഇപ്പം 90-ലെ ആ ഒരു സംസാരമൊക്കെ അത് സ്വാഭാവികമായിട്ടും നമ്മൾ ജീവിച്ചു വരുന്ന ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് 18 വയസ്സുള്ള കുട്ടികൾ 18 വയസ്സാവാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഒളിച്ചോടി പോകുന്നവരുണ്ട്. 18 വയസ്സിൽ കെട്ടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇവരൊക്കെ എല്ലാ ലേഡീസിനും വരാൻ പ്രഗ്നൻസി വരുന്ന സമയത്ത് അവർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കാലം മാറി. 90-കളിൽ നിന്ന് ഇപ്പോൾ 2024 എനിക്ക് പകുതിയോളം കഴിഞ്ഞു. അപ്പം കാലം മാറ്റമുണ്ട്, ഓരോ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് പണ്ട് ഞങ്ങളും പ്രസവിച്ചിട്ടുണ്ട്, പിന്നെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് പരിഷ്കാരം അങ്ങനെയൊന്നും പറയരുത്. അപ്പം എന്താ പറയുക, എനിക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ എനിക്കങ്ങ് ഭയങ്കര ദേഷ്യമായിരുന്നു. ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ കുറേ കാര്യങ്ങളുണ്ട്. ചുമ്മാ ഇരുന്ന് കരയുക. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ചുമ്മാ ഇരുന്ന് കരയുക, നമ്മൾ കുഞ്ഞിനെ മാത്രം കെയർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്തിച്ച് പോകും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല മിക്ക പെൺകുട്ടികൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അത് ദൈവസഹജമാണ്. ഇപ്പം നമ്മൾ ചിന്തിക്കുക ഈശ്വര എനിക്ക് മാത്രമേ ഉള്ളൂ, അങ്ങനെയൊന്നുമല്ല, എല്ലാ പെൺകുട്ടികൾക്കും ഉള്ള കാര്യമാണ്. അപ്പം അതിനെ എത്രത്തോളം അത് സീരിയസ് ആവുന്ന സമയങ്ങളുണ്ട്. കാരണം ഹസ്ബൻഡൊക്കെ അത് നോക്കാതെ വലിയ മൈൻഡൊന്നും കൊടുക്കാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കെയർ കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ പല രീതിയിലും ചിന്തകൾ പോയേക്കാം. എനിക്ക് ആരുമില്ല, ഒറ്റപ്പെടാവോ, ഡിപ്രഷനിലേക്ക് പോയേക്കാം. അങ്ങനെ പോയാൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ എനിക്കറിയാം. അപ്പം അത്രത്തോളം ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് രീതിയിൽ ദേഷ്യം അതൊക്കെ ഉള്ളായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ തമാശയായിട്ടുള്ള കാര്യമല്ല, സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യപ്പം ജെൻസിനോടും കൂടിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.